ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ ഇതുവരെ നമ്മൾ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ റേഷ്യോ സൈഡ്സ് 1:1:√2 ആണെന്നും ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആയ റൈറ്റ് ട്രയാങ്കിളിലെ റേഷ്യോ സൈഡ്സ് 1:√3:2 ആണെന്നും മനസ്സിലാക്കി. ഇവിടെ ഒരു ആംഗിൾ 90 ഡിഗ്രി, മറ്റ് രണ്ട് ആംഗിളുകൾ 90 ഡിഗ്രിയിൽ കുറവ് ഉള്ളവയാണ്. 90 ഡിഗ്രിയിൽ കുറവായ ആംഗിളിനെ അക്യൂട്ട് ആംഗിൾ ന്യൂനകോൺ എന്ന് പറയുന്നു. ട്രിഗണോമെട്രിയിൽ റൈറ്റ് ട്രയാങ്കിളിലെ അക്യൂട്ട് ആംഗിൾ ന്യൂനകോണിനെ ബേസ് ചെയ്താണ് ആൻസറുകൾ കണ്ടുപിടിക്കുന്നത്. വൺ ആംഗിൾ 90 ഡിഗ്രി, സെക്കൻഡ് ആംഗിൾ 40 ഡിഗ്രി, തേർഡ് ആംഗിൾ 90 - 40 = 50 ഡിഗ്രി. ഫോർ എക്സാമ്പിൾ, വൺ ആംഗിൾ 90 ഡിഗ്രി, സെക്കൻഡ് ആംഗിൾ 25 ഡിഗ്രി, തേർഡ് ആംഗിൾ = 90 - 25 ഡിഗ്രി = 65 ഡിഗ്രി. ഇങ്ങനെ ഏത് അക്യൂട്ട് ആംഗിൾ വന്നാലും ആൻസർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ഇനി നമുക്ക് പഠിക്കാം. ABC ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണമാവുന്നു. ആംഗിൾ B 90 ഡിഗ്രി ആയതുകൊണ്ട് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള AC എന്ന് പറയുന്ന സൈഡിനെ ഹൈപ്പോട്ടന്യൂസ്, കർണം എന്ന് പറയുന്നു. ആംഗിൾ A അക്യൂട്ട് ആംഗിൾ, 90 കുറവുള്ള ആംഗിൾ ന്യൂനകോൺ. ആംഗിൾ എക്ക് ഓപ്പോസിറ്റായിട്ടുള്ള എതിരെ കിടക്കുന്ന വശമാണ് BC. അതുകൊണ്ട് BCയെ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ A, ആംഗിൾ എയുടെ എതിർവശം എന്ന് പറയുന്നു. ആംഗിൾ എയുടെ സമീപത്തുള്ള അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡാണ് AB. അതുകൊണ്ട് ABയെ അഡ്ജസൻ്റ് സൈഡ് ഓഫ് ആംഗിൾ A, ആംഗിൾ എയുടെ സമീപവശം എന്ന് പറയുന്നു. ഇനി ഈ റൈറ്റ് ട്രയാങ്കിളിലെ 3 സൈഡ്സ് ഉപയോഗിച്ച് നമ്മൾക്ക് 6 റേഷ്യോസ് എഴുതാൻ സാധിക്കും. ഫസ്റ്റ് വൺ, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ആംഗിൾ എയുടെ എതിർവശം ബൈ കർണം. സെക്കൻഡ് വൺ, അഡ്ജസൻ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ആംഗിൾ എയുടെ സമീപവശം ബൈ കർണം. തേർഡ് വൺ, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് സൈഡ് ഓഫ് ആംഗിൾ എ, ആംഗിൾ എയുടെ എതിർവശം ഡിവൈഡ് ബൈ ആംഗിൾ എയുടെ സമീപവശം. അടുത്ത 3 റേഷ്യോസ് കിട്ടാൻ വേണ്ടി ഈ റേഷ്യോസിൻ്റെ റെസിപ്രോക്കൽ വിൽക്രമം എഴുതിയാൽ മതി. ഫോർത്ത് വൺ, ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ, കർണം ബൈ ആംഗിൾ എയുടെ എതിർവശം. ഫിഫ്ത്ത് വൺ, ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് സൈഡ് ഓഫ് ആംഗിൾ എ, കർണം ബൈ ആംഗിൾ എയുടെ സമീപവശം. സിക്സ്ത് വൺ, അഡ്ജസൻ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ, ആംഗിൾ എയുടെ സമീപവശം ഡിവൈഡഡ് ബൈ ആംഗിൾ എയുടെ എതിർവശം. ഇനി ഈ റേഷ്യോകളെ തിരിച്ചറിയുവാനായിട്ട് ഇവർക്ക് പേരുകൾ നൽകിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ആംഗിൾ എയുടെ എതിർവശം ബൈ കർണത്തിൻ്റെ പേരാണ് SINE, സൈൻ ഓഫ് ആംഗിൾ എ. അഡ്ജസൻ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ആംഗിൾ എയുടെ സമീപവശം ബൈ കർണം, അതിൻ്റെ പേരാണ് കൊസൈൻ, COSINE ഓഫ് ആംഗിൾ എ. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡ് ബൈ അഡ്ജസൻ്റ് സൈഡ് ഓഫ് ആംഗിൾ എ, ആംഗിൾ എയുടെ എതിർവശം ബൈ ആംഗിൾ എയുടെ സമീപവശം, അതിൻ്റെ പേരാണ് ടാൻജൻ ഓഫ്
angle A. TANGENT. ഈ റേഷ്യോ നമ്മൾ പഠിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, എതിർവശം ബൈ കർണം ഈസ് ഈക്വൽ ടു SIN A. സൈൻ എ എന്നായിരിക്കും പഠിക്കുക. അടുത്ത റേഷ്യോ ആണ് adjacent side of angle A divided by hypotenuse is equal to cosine of angle A. ഇത് നമ്മൾ പഠിക്കുമ്പോൾ adjacent side divided by hypotenuse, സമീപവശം ബൈ കർണം is equal to cos A. Opposite side of angle A divided by adjacent side of angle A is equal to tangent A. ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം ഈസ് ഈക്വൽ ടു TAN tan A എന്ന് പഠിക്കുന്നു. ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ A ഈസ് ഈക്വൽ ടു കൊസീക്കൻറ്റ് ഓഫ് ആംഗിൾ A. നമ്മൾ പഠിക്കുമ്പോൾ ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു കൊസീക് A. Hypotenuse by adjacent side of angle A is equal to secant A. നമ്മൾ പഠിക്കുമ്പോൾ hypotenuse divided by adjacent side is equal to sec A. Adjacent side of angle A divided by opposite side of angle A is equal to cotangent of angle A. നമ്മൾ പഠിക്കുമ്പോൾ adjacent side divided by opposite side is equal to cot A. നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന 6 റേഷ്യോസ് ആണ് എഴുതിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് സൈൻ എ, SIN A. സൈൻ എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, ആംഗിൾ എയുടെ എതിർവശം ബൈ കർണം. സൈൻ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി divided by hypotenuse, ആംഗിൾ സിയുടെ എതിർവശം ബൈ കർണം. സൈൻ 35 ഡിഗ്രി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 35 ഡിഗ്രി ഡിവൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, 35 ഡിഗ്രിയുടെ എതിർവശം ബൈ കർണം. അടുത്ത റേഷ്യോ ആണ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, സമീപവശം ബൈ കർണം ഈസ് ഈക്വൽ ടു കോസ് എ. കോസ് എ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം adjacent side of angle A divided by hypotenuse, എയുടെ സമീപവശം ബൈ കർണം. കോസ് 60 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം adjacent side of 60 ഡിഗ്രി divided by hypotenuse, opposite side by adjacent side is equal to tan A. tan A എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം opposite side of angle A divided by adjacent side of angle A, ആംഗിൾ എയുടെ എതിർവശം ബൈ ആംഗിൾ എയുടെ സമീപവശം. ഈ 3 റേഷ്യോ ഉപയോഗിച്ചാണ് ടെക്സ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഈ റേഷ്യോസ് നമുക്ക് തൽക്കാലം ആവശ്യമില്ല, അടുത്ത വർഷത്തേക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചുകൊള്ളുക. ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു കൊസീക് എ, hypotenuse by adjacent side is equal to sec A, adjacent side by opposite side is equal to cot A. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സൈൻ, കോസ്, ടാൻ എന്നിവയുടെ 0 തുടങ്ങി 90 വരെയുള്ള എല്ലാ ആംഗിളുടെയും ട്രിഗണോമെട്രിക് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ക്വസ്റ്റ്യനും ആവശ്യമായ സൈൻ, കോസ്, ടാൻ എന്നിവയുടെ വാല്യൂസ് ഓരോ ക്വസ്റ്റ്യൻ്റെ അടിയിലും തന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ടെക്സ്റ്റിലെ എക്സസൈസിലേക്ക് പോകാം. The length of two sides of a triangle are 8 centimeters and 10 centimeters and the angle between them is 40 degree. Calculate its area. What is the area of the triangle with the sides of the same length but angle between them
is 140 degree. ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം 8 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ. അവയ്ക്കിടയിലെ കോൺ 40 ഡിഗ്രി. ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ഇതേ വശങ്ങളും അവയ്ക്കിടയിലെ കോൺ 140 ഡിഗ്രിയുമായ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്ര? ഈ ക്വസ്റ്റിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ sin 40 is equal to 0.6428, cos 40 is equal to 0.7660 എന്നും കാണുവാൻ സാധിക്കും. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ പേജ് 124 ടേബിൾസ് നോക്കി sin 40യും cos 40യും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ ക്വസ്റ്റ്യനിൽ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സിന് ലെങ്ത് തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ ബിറ്റ്വീൻ ദം 40 ഡിഗ്രി എന്ന് വന്നിരിക്കുന്നു. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് BH. ഇവിടെ ബേസ് 8 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് ഇവിടെ ഇല്ല. നമ്മൾ ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. CD is perpendicular to AB. In right triangle ADC എന്ന മട്ടത്രികോണത്തിൽ ആംഗിൾ D 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് AC ആണ്. ACയുടെ പേരാണ് ഹൈപ്പോട്ന്യൂസ്, കർണം. ഹൈപ്പോട്ന്യൂസ് ഈസ് ഈക്വൽ ടു AC ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റേഴ്സ്. അക്യൂട്ട് ആംഗിൾ A ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ളതാണ് CD. അത് ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം ഈസ് ഈക്വൽ ടു CD. നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഹാഫ് BH ആണ്. AB 8 നമുക്ക് തന്നിട്ടുണ്ട്. CD ആണ് ഹൈറ്റ്. CD കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടി അറിയാൻ പാടില്ലാത്ത ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അറിയാവുന്ന ഹൈപ്പോട്ന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. എത്ര വശം ബൈ കർണം. സൈൻ A. ഓപ്പ് സൈഡ് CD ആണ്. ഹൈപ്പോട്ന്യൂസ് AC അത് 10 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ CD ബൈ 10 ഈസ് ഈക്വൽ ടു സൈൻ A. എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി. CD ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ 40 ഈസ് ഈക്വൽ ടു 0.6428. 10 കൊണ്ട് എന്ത് ചെയ്യാൻ 0 ചേർക്കാം. 6428 0 1 2 3 4 4 ഡെസിമൽ പ്ലേസ് മാറ്റാം. 1 2 3 4. അപ്പോൾ അത്രയും സെൻറ്റിമീറ്ററാണ് നമ്മുടെ ഹൈറ്റ്. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഈസ് ഈക്വൽ ടു ഹാഫ് BH ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് 8 സെൻറ്റിമീറ്റേഴ്സ് ഇൻറ്റു ഹൈറ്റ് 6.428. 208 ഡിവൈഡ് ചെയ്യുന്നത് 4 ടൈംസ് ഈസ് ഈക്വൽ ടു ഇന്ത്യ ചെയ്യുമ്പോൾ 25.712 സെൻറ്റിമീറ്റർ സ്ക്വയർ നേടുന്നു. ഇതിൻ്റെ സബ് ക്വസ്റ്റ്യനാണ്. ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആൻഡ് 10 സെൻറ്റിമീറ്റർ തന്നെ. ആംഗിൾ ബിറ്റ്വീൻ ദം 140 ഡിഗ്രി. ക്വസ്റ്റ്യൻ ഏരിയ കണ്ടുപിടിക്കാനാണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഹാഫ് BH ആണ്. ഇവിടെ ബേസ് ഉണ്ട്, ഹൈറ്റ് ഇല്ല. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലറാണ്. ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ബോട്ടം സൈഡിലേക്കുള്ള ഡിസ്റ്റൻസാണ്. അതിനായിട്ട് നമുക്ക് AB എക്സ്റ്റെൻഡ് ചെയ്യാം. പെർപെൻഡിക്കുലർ CD വരക്കാം. CD ഈസ് പെർപെൻഡിക്കുലർ ടു DB. ആംഗിൾ DAC ഈസ് ഈക്വൽ ടു 180 മൈനസ് 140 ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. ലീനിയർ പെയറാണ്. 180ൽ നിന്ന് 140 മൈനസ് ചെയ്യാത്ത 40 കിട്ടുന്നു നമുക്ക്. ആംഗിൾ D 90ക്ക് ഓപ്പോസിറ്റുള്ള ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പോൾ AC ഹൈപ്പോട്ന്യൂസ്.
In right triangle ADC. In right triangle ADC. ADC എന്ന മട്ടത്രികോണത്തിൽ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. 90ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്നപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് എ സി ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഹൈപ്പോട്ടന്യൂസ് കർണം ഈസ് ഈക്വൽ ടു എ സി ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റേഴ്സ്. ആംഗിൾ എ 40 ഡിഗ്രി അക്യൂട്ട് ആംഗിൾ. അതിൻ്റെ ഓപ്പോസിറ്റാണ് സി ഡി. അപ്പോൾ നമുക്ക് എഴുതാം ഓപ്പോസിറ്റ് സൈഡ് എതിർവശം ഈസ് ഈക്വൽ ടു സി ഡി. ഹൈറ്റ് നമുക്കറിയില്ല, കണ്ടുപിടിക്കാനുള്ളതാണ്. അറിയാൻ പാടില്ലാത്ത സൈഡ് ബൈ അറിയാവുന്ന സൈഡ്. അറിയാൻ പാടില്ലാത്തത് ഓപ്പോസിറ്റ് സൈഡ് എതിർവശം ബൈ ഹൈപ്പോട്ടന്യൂസ് കർണം. ഓപ്പോസൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈൻ അക്യൂട്ട് ആംഗിൾ എ. ഓപ്പോസൈഡ് നമുക്കറിയില്ല, സി ഡി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി 10 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഈസ് ഈക്വൽ ടു സൈൻ എ 40 ഡിഗ്രി. സി ഡി ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ 40 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ 40. 6 4 2 8 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 6 4 2 8 0 4 ഡെസിമൽ പ്ലേസ് മാറ്റി പോയിൻ്റ് ഇടാം. അത്രയും സെൻറ്റിമീറ്ററാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഈസ് ഈക്വൽ ടു BH ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് 8 സെൻറ്റിമീറ്റേഴ്സ് ഇൻറ്റു ഹൈറ്റ് 6.428. 2 കൊണ്ട് 8നെ 4 ടൈംസ് ഇൻറ്റു ചെയ്യുമ്പോൾ 25.712 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യനാണ് ദ സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ 8 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 12 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 50 ഡിഗ്രി. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. ഒരു സാമാന്തര്യത്തിൻ്റെ വശങ്ങളുടെ നീളം 8 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററുമാണ്. ഇവയ്ക്ക് ഇടയിലുള്ള കോൺ 50 ഡിഗ്രിയാണ്. അതിൻ്റെ പരപ്പളവ് കാണുക. സൈൻ 50 ഈസ് ഈക്വൽ ടു 0.7660. കോസ് 50 ഈസ് ഈക്വൽ ടു 0.6428. ഇവിടെ പാരലഗ്രത്തിൻ്റെ 2 സൈഡ്സിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ദം 50 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. പാരലഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല BH ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് അറിയാം, ഹൈറ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഡിയിൽ നിന്ന് എ ബിയിലേക്ക് പെർപെൻഡിക്കുലർ വരക്കുന്നു. DE ഈസ് പെർപെൻഡിക്കുലർ ടു AB. നമുക്ക് എഴുതാം ഇൻ റൈറ്റ് ട്രയാങ്കിൾ AED. AED എന്ന മട്ടത്രികോണത്തിൽ ആംഗിൾ E ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് AD ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഹൈപ്പോട്ടന്യൂസ് കർണം ഈസ് ഈക്വൽ ടു AD ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റേഴ്സ്. അക്യൂട്ട് ആംഗിൾ A ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് DE. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എതിർവശം ഈസ് ഈക്വൽ ടു DE. അറിയില്ല. അറിയാൻ പാടില്ലാത്ത സൈഡ് ഡിവൈഡ് ബൈ അറിയാവുന്ന സൈഡ് എതിർവശം ബൈ കർണം ഈസ് ഈക്വൽ ടു സൈൻ A. ഓപ്പോസൈഡ് നമുക്കറിയില്ല DE ഡിവൈഡ് ബൈ അറിയാവുന്ന ഹൈപ്പോട്ടന്യൂസ് 8 ഈസ് ഈക്വൽ ടു സൈൻ A എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി. DE ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു സൈൻ 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു സൈൻ 50യുടെ വാല്യൂ 0.7660 ഈസ് ഈക്വൽ ടു 61280.
1 2 3 4 1 2 3 4 ഡെസിമൽ പ്ലേസ് മാറ്റുക, അത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും. ഏരിയ പരപ്പളവ് ഈസ് ഈക്വൽ ടു BH, ബേസിയുടെ 12 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് 6.128. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 7356 കിട്ടുന്നു. 1 2 3 ഡെസിമൽ പ്ലേസ് മാറ്റുക, 1 2 3 അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർഡ് ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, angles of 50 degree and 65 degree are drawn at the ends of a 5 centimeters long line to make a triangle. Calculate its area. 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ ഒരറ്റത്ത് 50 ഡിഗ്രി കോണും മറ്റേ അറ്റത്ത് 65 ഡിഗ്രി കോണും വരച്ച് ഒരു ത്രികോണം ഉണ്ടാക്കി. അതിൻ്റെ പരപ്പളവ് കണക്കാക്കുക. Sin 50 degree is equal to 0.7660. Cos 50 is equal to 0.6428. ABC എന്ന ട്രയാങ്കിളിൽ AB 5 centimeters, angle A 50 degree, angle B 65 degree. Angle C is equal to 180 minus 50 plus 65 is equal to 180 minus 115 is equal to 65 degree. ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വലാണ്, 265 ആണ്. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു 65 ഡിഗ്രി. അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലായിരിക്കും. അതായത് എ സി ഈസ് ഈക്വൽ ടു എ ബി ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റേഴ്സ് കിട്ടുന്നു. ഇനി നമുക്ക് സിയിൽ നിന്ന് എ ബിക്ക് പെർപെൻഡിക്കുലർ വരക്കാം. സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ഡി ബി. ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. എൻ റൈറ്റ് ട്രയാങ്കിൾ എ ഡി സി, മറ്റൊരോണം എ ഡി സിയിൽ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 90. 90ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ഹൈപ്പോട്ടന്യൂസ് എ സി ഈസ് ഈക്വൽ ടു 5. Angle D is equal to 90 degree. Hypotenuse column is equal to AC is equal to 5 centimeters. Angle A 50 degree is equal to 50 degree acute angle. A opposite ആണ് CD. അപ്പോൾ നമുക്ക് എഴുതാം ഓപ്പോസിറ്റ് സൈഡ് സി ഡി. അറിയില്ല, അത് കണ്ടുപിടിക്കണം. അറിയാൻ പാടില്ലാത്ത സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അറിയാവുന്ന സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എത്ര പ്രാവശ്യം ബൈ കാരണം, ഈസ് ഈക്വൽ ടു സൈൻ എ. ഓപ്പോസിറ്റ് സൈഡ് സി ഡി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 5 ഈസ് ഈക്വൽ ടു സൈൻ 50 ഡിഗ്രി. CD is equal to 5 into sin 50 degree is equal to 5 into 0.7660 into നമുക്ക് 38300. 1 2 3 4 ഡെസിമൽ പ്ലേസ് മാറ്റി പോയിന്റ് ഇടാം, അത്രയും സെൻറ്റിമീറ്റർ. നമ്മൾ ചോദിച്ചിട്ടുള്ള ഏരിയ ഓഫ് ട്രയാങ്കിളാണ്. അപ്പോൾ നമുക്ക് എഴുതാം area of triangle is equal to BH is equal to 1/2 into base 5 into height 3.830. 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1.915 എന്ന് കിട്ടുന്നു. അത് മീൻ ചെയ്യുമ്പോൾ 9575 കിട്ടുന്നു. 1 2 3 ഡെസിമൽ പ്ലേസ് മാറ്റാം. 1 2 3 ഡെസിമൽ പ്ലേസ് പോയിന്റ് മാറ്റിയിടുമ്പോൾ 9.575 സെൻറ്റിമീറ്റർ സ്ക്വയർഡ് എന്ന് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രയാങ്കിൾ ഈസ് ടു ബി ഡ്രോൺ വിത്ത് വൺ സൈഡ് 8 centimeters and an angle on it 40 degree. What should be the minimum length
of the side opposite this angle. ഒരു വശം 8 സെൻറ്റിമീറ്ററും അതിലെ ഒരു കോൺ 40 ഡിഗ്രിയും ആയി ഒരു ത്രികോണം വരക്കണം. 40 ഡിഗ്രി കോണിന് എതിരെയുള്ള വശത്തിൻ്റെ നീളം ചുരുങ്ങിയത് എത്ര സെൻറ്റിമീറ്റർ ആകണം? sin 40 is equal to 0.6428. cos 40 is equal to 0.7660. ഈ ട്രയാങ്കിളിൻ്റെ വൺ സൈഡ് 8 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതിൻ്റെ ഒരു ആംഗിൾ 40 ഡിഗ്രിയാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായിട്ട് ഒരു ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മിനിമം ലെങ്ത്ത് എത്രയായിരിക്കും? അതിനുവേണ്ടി നമുക്ക് ബിയിൽ നിന്ന് എ സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കാം. ബി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എസ് സി. അപ്പോൾ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. In right triangle ADB, in right triangle ADB എന്ന മട്ടത്രികോണത്തിൽ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 90. ഹൈപ്പോട്ടന്യൂസ് എ ബി, കർണം ഈസ് ഈക്വൽ ടു എ ബി ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റേഴ്സ്. ആംഗിൾ എ 40 ഡിഗ്രി. 40ക്ക് ഓപ്പോസൈഡാണ് ബി ഡി. ഓപ്പോസൈഡ് എതിർവശം ഇസ് ഈക്വൽ ടു ബി ഡി. ബി ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു എതിർവശം ബൈ കർണം സൈൻ എ. ഓപ്പോസൈഡ് നമുക്കറിയില്ല, ബി ഡി. ഹൈപ്പോട്ടന്യൂസ് 8 ഈസ് ഈക്വൽ ടു സൈൻ 40 ഡിഗ്രി. ബി ഡി ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു സൈൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 0.6428. നമുക്ക് ഇതിൻ്റെ ചെയ്യാം. അപ്പോൾ 5 1 4 2 4 1 2 3 4 ഡെസിമൽ പ്ലേസ് മാറ്റി പോയിന്റ് ഇടാം. 1 2 3 4. അടുത്ത ക്വസ്റ്റ്യൻ. The sides of a rhombus are 5 centimeters long and one of its angle is 100 degree. Compute its area. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്ററും അതിലെ ഒരു കോൺ 100 ഡിഗ്രിയും ആണ്. അതിൻ്റെ പരപ്പളവ് കാണുക. സൈൻ 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു 0.7760. കോസ് 50 ഈസ് ഈക്വൽ ടു 0.6428. ഇത് ഒരു റോംബസ് സമഭുജ സാമാന്തരികത്തിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇനി റോംബസ് ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ. വികരണങ്ങൾ പരസ്പരം ലംബമായിരിക്കും. ആൻഡ് ഡയഗണൽസ് ആർ ബൈസെക്ട് ഈച്ച് അതർ. വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും. റോംബസിൻ്റെ 4 സൈഡ്സ് ഈക്വലാണ്. എല്ലാം 5 സെൻറ്റിമീറ്ററാണ്. വൺ ആംഗിൾ 100 ഡിഗ്രി. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അതായത് എ പി ഈസ് ഈക്വൽ ടു പി സി, ഡി പി ഈസ് ഈക്വൽ ടു ഡി ബി. അതുപോലെ തന്നെ ആംഗിളും 100 ഡിഗ്രിയാണ്. ഇവിടെ 50 ഡിഗ്രി ആയിത്തീരുന്നു. നമ്മളോട് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയയുടെ ഫോർമുല ½ ഇൻറ്റു D1 ഇൻറ്റു D2. D1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡയഗണൽ ഇൻറ്റു സെക്കൻഡ് ഡയഗണൽ. ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ പി ഡി, മറ്റത്രോണം എ പി ഡിയിൽ ആംഗിൾ പി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതിൻ്റെ ഓപ്പോസൈഡാണ് എ ഡി. എ ഡി ഹൈപ്പോട്ടന്യൂസ്. എ ഡി ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഓപ്പോസൈഡ് പി ഡി ഓപ്പോസൈഡ്. ഇനി എ പി അഡ്ജസൈഡ്.
adjacent side is equal to AP. നമുക്കിവിടെ പി ഡിയും കണ്ടുപിടിക്കണം എ പിയും കണ്ടുപിടിക്കണം. ഓരോന്നായി നമുക്ക് ചെയ്യാം. ആദ്യം ഓപ്പോസൈഡ് ബൈ ഹൈപ്പോന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോന്യൂസ്. എതിർവശം ബൈ കർണം. ഇപ്പോൾ നമുക്ക് സൈൻ 50 എന്ന് കിട്ടുന്നു. ഓപ്പോസൈഡ് പി ഡി ബൈ hypotenuse 5 is equal to sin 50 degree. PD is equal to 5 into sin 50 degree is equal to 5 into sin 50, 0.7660. 5 കൊണ്ട് ഇന്ത്യ ആൻസർ നമുക്ക് 3830. 1 2 3 4 1 2 3 4 ഡെസിമൽ പ്ലേസ് മറ്റു പോയിന്റില്ല. അപ്പോൾ നമുക്ക് പി ഡി കിട്ടുന്നു. നമുക്ക് D1 കണ്ടുപിടിക്കാം. 2 ഇൻറ്റു പി ഡി. D1 is equal to BD is equal to 2 into 3.83 is equal to 766. 2 ഡെസിമൽ പ്ലേസ് മാറ്റി പോയിന്റില്ല. അത്രയും സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എഴുതി നമ്മൾ എ പി കണ്ടുപിടിക്കുന്നു. അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് എ സി കണ്ടുപിടിക്കുന്നു. അഡ്ജസൻറ്റ് സൈഡ് സമീപവശം ബൈ ഹൈപ്പോട്ടന്യൂസ്. സമീപവശം ബൈ കർണം. കോസ് എ. അഡ്ജസ്റ്റ് സൈഡ് നമുക്ക് എ പി ആണ്, അറിയില്ല. ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 5 ഈസ് ഈക്വൽ ടു കോസ് 50. എ പി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു കോസ് 50. എ പി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു കോസ് 50, 0.6428. ഫൈൻഡ് ചെയ്യാം. 3 2 1 4 0 1 2 3 4 ഡെസിമൽ പ്ലേസ് മാറ്റുക. ഇത് നമുക്ക് D2 എ സി കണ്ടുപിടിക്കാം. D2 ഈസ് ഈക്വൽ ടു എ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3.214 ഈസ് ഈക്വൽ ടു 6.428 സെൻറ്റിമീറ്റർ. ഏരിയ ഈസ് ഈക്വൽ ടു half D1 into D2 is equal to 1/2 into D1. 7.66 into D2, 6.428. 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3.83 കിട്ടുന്നു. ഇത് ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ആൻസർ നമുക്ക് 2 4 6 1 9 2 4 കിട്ടുന്നു. 1 2 3 4 5 ഡെസിമൽ പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. 1 2 3 4 5 അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർഡ് ആയിരിക്കും ആൻസർ.